ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് മുണ്ടൂർ ഇടവകയിലെ ജപമാല സമാപന റാലിയിൽ പങ്കെടുക്കാൻ പോയാലോ? നമ്മുടെ യൂണിറ്റ് വരുന്നത് സെയിൻറ്റ് പോൾ യൂണിറ്റ് ആണ്. 6:15 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ 7 മണിയായി. സ്വാഭാവികം. ഒരു പരിപാടിക്ക് പോലും നമ്മൾ നേരത്തിനും കാലത്തിനും എത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അത് ഇത്തവണയും നമുക്ക് തിരുത്തി കുറിക്കാൻ സാധിച്ചില്ല. കാരണം വേറൊന്നുമല്ല കേട്ടോ, ഈ 3 പേരെ എനിക്ക് കുളിപ്പിച്ച് അണിയിച്ചൊരുക്കിയിട്ട് ഒരു വഴിക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അതൊരു ടാസ്ക്കാണ്. ഒരിടത്തന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ ഇവരേനൊക്കെ മേച്ചിട്ട് 7 മണിക്കെങ്കിലും എത്തിയല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. നമ്മൾ പോണ വഴിയിൽ വിവിധ യൂണിറ്റിൻ്റെ പ്രസൻറ്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ യൂണിറ്റുകാരും എന്ത് ഭംഗിയിലാണ് മാതാവിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് മാതാവിനെ കൈ പിടിച്ച് വരികയായിരുന്നു കേട്ടോ. ഇവരുടെ കയ്യിൽ കണ്ടില്ലേ മാജിക് സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ യൂണിറ്റിൻ്റെ എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാലാഖമാരിങ്ങനെ ചിറക് വിരിച്ച് വരുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടോ. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐഡിയക്കാരനെ എനിക്ക് ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അയാൾ. പിന്നെ ഇവരുടെ മാതാവും വരണത് സൂപ്പറായിരുന്നേ. നമ്മുടെ ഈ മണവാട്ടിമാർ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ കൈ പിടിക്കുന്ന ആ പന്തൽ അതൊക്കെ ഉണ്ടായിരുന്നേ ഇവർക്ക്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനും ഓരോ മാതാവിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് വല്ലാർപ്പാടത്ത് അമ്മയാണ്. അപ്പോൾ ആ മാതാവിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വേണം വരാനായിട്ട്. എല്ലാവരും അല്ല, മാതാവാകുന്ന ഒരാൾ. അങ്ങനെ 33 യൂണിറ്റിൻ്റെയും ഓരോ മാതാവിനെ വെച്ചിട്ട് ലാസ്റ്റ് പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷോ ഉണ്ടായിരിക്കും കേട്ടോ, ആ മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നവീകരിച്ച ശവപ്പള്ളിയാണ്. നാളെ നവംബർ 1 ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ മുണ്ടൂർ പള്ളിക്കാർ മോശം വരുത്താറില്ല. നവംബർ മാസം ഫുള്ള് മാല ബൾബൊക്കെ ഇട്ടിട്ട് ശവപ്പള്ളി അലങ്കരിക്കാറുണ്ട്. ആ മാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണിനെ ശ്രദ്ധിച്ചു. അത് ഒറിജിനലായിരുന്നു. അത് ആ മാതാവിൻ്റെ തന്നെ ഉണ്ണിയാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കരയാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മാതാവിൻ്റെ ഷോ ഫുള്ള് എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടില്ല. ആ ഫുൾ വീഡിയോ ഇട്ട് വരുമ്പോൾ ലോങ് വീഡിയോ ആയി പോവും. പിന്നെ ലോങ് വീഡിയോ എല്ലാവർക്കും മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. പിന്നെ പള്ളിയിൽ കയറിയപ്പോൾ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് മാതാവിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആരാധന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാതാവിൻ്റെ ഷോ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നതാണ് കേട്ടോ. കാണിച്ചു തരണമല്ലോ, നമ്മൾ വീഡിയോയിൽ ഇടണമല്ലോ, അതൊരൊറ്റ കാരണം കൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നേ. ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. സാധാരണ ചപ്പാത്തിയും ചിക്കനുമാണ് ആവാറ്. വെള്ളിയാഴ്ച കാരണം കൊണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയിലും വെച്ച് ഒതുക്കി. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.